നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു. 1-4 ഗോളുകൾക്കാണ് അവർ ആസ്റ്റൺ വില്ലയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരം ഫിൽ ഫോഡനാണ് ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത്. ഹാട്രിക് ഗോൾ നേട്ടമാണ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുള്ളത്. മാത്രമല്ല റോഡ്രി ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിക്കൊണ്ട് ഈ മത്സരത്തിൽ മിന്നിത്തിളങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ മത്സരത്തിൽ സൂപ്പർ താരം ഏർലിംഗ് ഹാലൻഡിനെ പരിശീലകൻ പെപ് ഗാർഡിയോള കളിപ്പിച്ചിരുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ മോശം പ്രകടനം നടത്തിയതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു താരമാണ് ഹാലൻഡ്. അതിന്റെ പശ്ചാത്തലത്തിലാണോ താരത്തെ പുറത്തിരുത്തിയത് എന്ന് പെപ്പിനോട് ചോദിക്കപ്പെട്ടിരുന്നു. എന്നാൽ തുടർച്ചയായി മത്സരങ്ങൾ വരുന്നത് കൊണ്ടാണ് ഹാലൻഡിന് വിശ്രമം നൽകിയത് എന്നാണ് പെപ്പ് ഇതിന് വിശദീകരണം നൽകുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കൃത്യമായി പറഞ്ഞാൽ 2.5 ദിവസത്തിന് ശേഷം വീണ്ടും ഞങ്ങൾക്ക് ഒരു മത്സരം കളിക്കേണ്ടി വരുന്നുണ്ട്. എല്ലാ ടീമുകൾക്കും മികച്ച സ്ക്വാഡ് ഉണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്കും മികച്ച സ്ക്വാഡ് ഉണ്ട്. ഇന്ന് ഈ ഒരു ലൈനപ്പുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. റൊട്ടേഷൻ ആവശ്യമായി വരും. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മുന്നേറ്റ നിരയിൽ ഹൂലിയൻ ആൽവറസ്, ഡോക്കു, ഫിൽ ഫോഡൻ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. മികച്ച പ്രകടനമാണ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി നടത്തിയിട്ടുള്ളത്. 30 മത്സരങ്ങളിൽ നിന്ന് 67 പോയിന്റുള്ള മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്ത് തന്നെയാണ്. അടുത്ത മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസിനെയാണ് അവർ നേരിടുക. പിന്നീട് യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ സ്പാനിഷ് കരുത്തരായ റയൽ മാഡ്രിഡ് ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികൾ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.